സാംസങ് ഗാലക്സി A07 4G നെറ്റ്വർക്കിൽ വരുന്ന 8GB റാമും അതുപോലെ 256GB മെമ്മറിയും വരുന്ന ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് A06 എന്നൊരു ഫോണിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു അടിപൊളി ഫോണാണ്. അത് 5G നെറ്റ്വർക്കിലാണ് വരുന്നത്, ഇതൊരു 4G നെറ്റ്വർക്കിലാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഫോണിന്റെ ചെറിയൊരു അൺബോക്സിങ്ങും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കട്ടോ. ലെറ്റ്സ് ഗോ. ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെറിയൊരു ബോക്സ് ആണ്. ഉള്ളിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉള്ളിലായിട്ട് കുറച്ച് യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു സിം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന് പുറമെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ ഫോണ്. പേപ്പർ കവറാണ് കേട്ടോ, ഇത് പ്ലാസ്റ്റിക് കവർ അല്ല, ഇതൊരു പേപ്പർ കവറാണ്. നല്ല ഭംഗിയുള്ളൊരു കവറാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ സാംസങ് ഗാലക്സി A07. ഒരുപാട് മോഡലും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നല്ല വൃത്തിയായിട്ടുള്ളൊരു ഡിസൈനാണ്. മാറ്റ് ബ്ലാക്കിലാണ് ഇതിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഒരു ലൈൻസ് വരുന്നുണ്ട് കേട്ടോ, ചെറിയ തോതിൽ. പിന്നെ ഇതിന്റെ ബോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക് ഫ്രെയിമും അതുപോലെ പ്ലാസ്റ്റിക് ബാക്ക് ഡോർ ഒക്കെ പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ രണ്ട് ഡ്യുവൽ ക്യാമറ ആണ് വരുന്നത്, ഒരു ഫ്ലാഷ് ലൈറ്റും അതുപോലെ ഡ്യുവൽ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കട്ടിങ്ങോട് കൂടി ഒരു ചെറിയൊരു ഡിസൈനാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ഫിംഗർ പ്രിന്റിന്റെ ബട്ടൺ, അതായത് പവർ ബട്ടന് ഫിംഗർ പ്രിന്റ് ഒക്കെ ഒന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വോളിയം അപ്പും ഡൗണും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിം ഇടാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക്, ഒരു 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും, അതുപോലെ നമ്മളെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ജാക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് പൊതുവെ ഇതിനുള്ള പറയാനുള്ള പ്രത്യേകത. ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത് 7.6mm തിക്നെസ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ 184 ഗ്രാം വെയിറ്റും ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ ബേസിക് തിക്നെസ്സും അതുപോലെ നോർമൽ വെയിറ്റും ആണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലോട്ട് വരാന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചസിൽ വരുന്ന ഒരു 90 ഹെർട്സിന്റെ PLS LCD ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു LCD ആണ്. നമ്മളെ A06നും ഈ സെയിം LCD തന്നെയാണ് വരുന്നത്. എന്തായാലും ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ 468 നിറ്റ്സ് വരെ പോകുന്നുള്ളൂ കേട്ടോ ബ്രൈറ്റ്നസ്. അപ്പൊ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നല്ലൊരു വെളിച്ചുള്ള സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേ കുറച്ച് ഒരു നല്ല ബ്രൈറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ നിറ്റ്സ് കുറച്ചും കൂടി കൂടുതൽ വേണം. പക്ഷെ ഇത് കുറവാണ്, വളരെ കുറവ്. 500ന്റെ താഴത്തായിട്ടാണ് ഇതിന്റെ നിറ്റ്സ് വരുന്നത്. അപ്പൊ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. നിലവിലെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 15 ആണ്. ഭാവിയിൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് 6nm വരുന്ന മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കോർടെക്സിന്റെ A76ഉം അതുപോലെ A55ഉം വരുന്ന ഒരു ഒക്ടാകോർ പ്രൊസസർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ട് വേരിയന്റ് അവൈലബിൾ ആണ്. 6GB റാമും അതുപോലെ 128GB അവൈലബിൾ ആണ്. അതുപോലെ 8GB റാമും അതുപോലെ 256GB മെമ്മറി അവൈലബിൾ ആണ്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 8GB റാമും അതുപോലെ 256GB മെമ്മറിയും വരുന്ന മോഡലാണ്. UFS 2.2 വരുന്ന മെമ്മറിയാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഡ്യുവൽ ക്യാമറ ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസിൽ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 8 മെഗാപിക്സലിന്റെ അതും വൈഡ് ആംഗിൾ ലെൻസിൽ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പൊ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ടോ. ബാറ്ററി പറയുന്നത് 5000 mAh വരുന്ന ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നത് 25 വാട്ട്സ് വരെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക്. എന്തുകൊണ്ടും നല്ലൊരു മികച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സാംസങ് ഗാലക്സി A07ന്റെ ഫീച്ചേഴ്സും അതുപോലെ ഇതിന്റെ ചെറിയ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മളെ സാംസങ് ഗാലക്സി A07ന്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.